ഉണ്ട്. ഇത് വേണുവിൻ്റെ ജീവൻ മാത്രമല്ല, ഈ കാത്ത് ലാബിൻ്റെ അഭാവം കൊണ്ട് എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഏകദേശം 10-18 വർഷം മുമ്പ് SAT-യിൽ അണുബാധ 10-17ഓളം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു. അന്ന് ഞങ്ങൾ അതിലൊക്കെ സമരം ചെയ്ത് ജയിലിൽ പോയവരാണ്. നാക്കില് കൈക്കെന്തോ മുറിവ് പറ്റി വന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നാക്ക് മുറിച്ചു മാറ്റി. അങ്ങനെ നിരവധി നമുക്ക് പറഞ്ഞാൽ അവസാനിക്കാത്ത അത്ര നിരുത്തരവാദപരമായ സമീപനം നടന്നു. ഈ പറഞ്ഞ പോലെ മന്ത്രി വളരെ മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ മിന്നൽ പരിശോധന നടത്തുന്നത് ഈ മീഡിയ വിളിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമായി പോകുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു അപഹാസ്യമായിട്ടാണ് തോന്നുന്നത്. മന്ത്രി സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് രോഗികളെ പ്രൈവറ്റ് പ്രാക്ടീസിലൂടെ പണം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഈ DHSൻ്റെ കീഴിലുള്ള എല്ലാ ആശുപത്രികളിലും 24 മണിക്കൂറും ഡോക്ടർമാരുടെ മറ്റു ടെക്നീഷ്യന്മാരുടെ നേഴ്സുമാരുടെയും സേവനവും അതോടൊപ്പം ഈ ഉപകരണങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കിയാൽ മാത്രമേ ഈ പുതിയ റഫറൽ കോഡെന്ന് പറഞ്ഞ് മന്ത്രി കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പോഴും വേണുവിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ഇവിടുത്തെ സൗകര്യങ്ങളില്ല എന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഡോക്ടർമാരില്ല, രോഗികളുടെ ബാഹുല്യം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട്. ഇതിൽ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ECG എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി അടിയന്തരമായി മറ്റു ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് റെഫർ ചെയ്യുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ സംവിധാനമില്ല. പക്ഷേ ഇത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട താലൂക്ക് ആശുപത്രി, അവിടെ ഈ സംവിധാനമില്ല. കൊല്ലം ജില്ലാ ആശുപത്രി, കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി, കൊല്ലം ജില്ലയിലുള്ള കൊല്ലം ജില്ലാ ആശുപത്രി, കൊല്ലം ജില്ലയിൽ തന്നെയുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ഈ 3 ആശുപത്രികളിലും ഈ അടിസ്ഥാന സൗകര്യമില്ല. ഒരു മനുഷ്യൻ കാർഡിയോളജി സംബന്ധമായ ഒരു അസുഖം വന്നാൽ അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട ദുരവസ്ഥയും ദയനീയമായ സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സംവിധാനം പോലുമില്ല. കുറേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കുറേ പേരെ ഡെപ്യൂട്ടേഷനിലും വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലും ഒക്കെ എടുത്തുകൊണ്ട് അവിടെ ആക്കിയിട്ടുണ്ട്. അവിടെ മറ്റ് ചികിത്സാ സംവിധാനങ്ങളില്ല. അപ്പോൾ ജില്ലാ ആശുപത്രി DHSൻ്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രിയിൽ പോലും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പം കൊല്ലം ജില്ലയിലെ ഒരു സാധാരണ പാവപ്പെട്ടവൻ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്ത ഒരു വ്യക്തിക്ക് മരണത്തിന് കീഴടങ്ങേണ്ട ദയനീയമായ സാഹചര്യമാണ് നമ്പർ 1 കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ കൊല്ലം ജില്ലാ ആശുപത്രികളിൽ ഒന്നും തന്നെ പാവപ്പെട്ടവർക്ക് ഹൃദയ സംബന്ധമായ രോഗം വന്നാൽ പരലോകത്തേട്ട് പോകേണ്ട സജ്ജീകരണമാണ് ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ച് വീണ ജോർജ് ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ നിന്നൊരു പേഷ്യൻറ്റും പിന്നെ തമിഴ്നാട്ടിൽ നാഗർകോവിലെ പേഷ്യൻ്റ്, ഇപ്പോൾ ഇത്ര 4 ജില്ലയിലെ പേഷ്യൻറ്റും കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ വരുമ്പോൾ ഒരു ദിവസം 800 മുതൽ 1000 വരെ OP വരുന്നു. ഈ OP പേഷ്യൻറ്റിനെ ഒന്നും അഡ്മിറ്റ് ചെയ്താൽ കിടക്കാൻ സ്ഥലമില്ല. നോക്കാനുള്ള ഡോക്ടർമാർ 14 ഡോക്ടർമാർ, പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ വേണ്ടടുത്ത് 10 താഴെ ഡോക്ടർമാരേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റെല്ലാ ജീവനക്കാരുടെ എണ്ണം അത്തരത്തിലാണ്. അപ്പോൾ ആ തരത്തിൽ വളരെ ദയനീയമായ ഒരു സാഹചര്യം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഒപ്പം മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ 1 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് പരാതിയാണത്. ഇവിടെ മെഡിക്കൽ കോളേജ് 2 കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മെഡിക്കൽ കോളേജ് HDSൻ്റെയും മറ്റൊന്ന് KHRWൻ്റെയും. ഈ മെഡിക്കൽ കോളേജ് HDSൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ ഒരു ദിവസം 30 മുതൽ 40 വരെ ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ എല്ലാ ചികിത്സയും നൽകാനാവും. പക്ഷേ മറ്റൊന്ന് 1.5 വർഷക്കാലമായി അത് പൂട്ടി കിടക്കുകയാണ്. കാരണം കാലപ്പഴക്കമുള്ള മിഷൻ മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 1.5 വർഷം മുമ്പ് എടുത്തു മാറ്റി ഇത്രയും നാളായിട്ടും അത് അവിടെ സ്ഥാപിച്ചില്ല. അതിൻ്റെ സ്ഥാപിക്കാത്തത് കൊണ്ട് ഓരോ ദിവസം ഈ 1.5 വർഷക്കാലം ഓരോ ദിവസവും 40 ഹൃദയ സംബന്ധമായ രോഗികളുടെ ചികിത്സ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഗുരുതരമായ വീഴ്ചയാണ് അവിടെ. നമ്മുടെ ഈ വേണു എന്ന് പറയുന്ന സഹോദരന് ചികിത്സ ലഭിക്കാത്തത് കാത്ത് ലാബിൻ്റെ അഭാവം കൊണ്ടാണ്. ഒരു കാത്ത് ലാബിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചാലേ 30 പേർക്കെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് 10-15 പേർക്കാണ് ഒരു ദിവസം നൽകുന്നത്. 2 കാത്ത് ലാബ് ഉണ്ടായിരുന്നെങ്കിൽ ആ തരത്തിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 1.5 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. അതോടൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ കാർഡിയോളജി വിഭാഗത്തിൻ്റെ IC ഉൾപ്പെടെയുള്ള ആ ബ്ലോക്കിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഒരു കാത്ത് ലാബിന് സജ്ജീകരിക്കുന്നതിൻ്റെ റൂം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മിഷൻ അവിടെ സ്ഥാപിക്കാൻ
ആരോഗ്യവകുപ്പിനോ ആരോഗ്യവകുപ്പ് മന്ത്രിക്കോ സാധിച്ചില്ല. 10 കോടിയോളം രൂപ വിലയുള്ളതാണ് ഈ മിഷൻ. അപ്പോൾ ആ തരത്തിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാര്യം രോഗികൾ വരുമ്പോൾ അവർക്ക് ചികിത്സിക്കാനുള്ള ഉപകരണങ്ങൾ, മറ്റ് മെഷീനുകൾ, അത്യാധുനിക സംവിധാനങ്ങൾ ആശുപത്രിയിലില്ല. ഈ വേണുവിന്റെ മരണത്തിന് ശേഷം വളരെ അടിയന്തരമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാര്യം ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ മാത്രമേ ഇവിടുത്തെ ഗവൺമെന്റ് ഉണരൂ എന്നുള്ള ഒരു ദയനീയമായ സാഹചര്യം. അപ്പോൾ KHRWന്റെ ആ ലാബ്, കാത്ത് ലാബ് ഈ ആഴ്ച തന്നെ പ്രവർത്തനം തുടങ്ങുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളും ഒക്കെ വന്നതിന് ശേഷം അത് അടിയന്തരമായി ഇൻസ്റ്റാൾ ചെയ്യുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ നഷ്ടപ്പെടേണ്ട ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇത് വേണുവിന്റെ ജീവൻ മാത്രമല്ല, ഈ കാത്ത് ലാബിന്റെ അഭാവം കൊണ്ട് എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇന്നലെ തന്നെ ഒരു മീഡിയയിൽ വാർത്ത വന്ന് ആൻജിയോഗ്രാമിന് വേണ്ടി കഴിഞ്ഞ 6 മാസമായി ഡേറ്റ് കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇത് 1-2 പേരുടെ വിഷയമല്ല. 100 കണക്കിന് ആൾക്കാർ ഒരു ദിവസം OPയിൽ 1000-ലോ അടുപ്പിച്ച ആൾ വരുമ്പോൾ ഇതിൽ 100 പേരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ 10-200 കിടക്കകളാണുള്ളത്. ആ കിടക്കകളിൽ തന്നെ സ്ഥലം 2-3 പേര് കിടന്നിട്ടും ബാക്കിയുള്ളവരാണ് തറയിൽ. ഈ വേണു ഉൾപ്പെടെ തറയിൽ കിടക്കേണ്ട ഗതികേടായിരുന്നു ആശുപത്രിയിൽ സംഭവിച്ചിരുന്നത്. അപ്പോൾ ഈ തരത്തിൽ പോകുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ ജീവനക്കാരില്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ആശുപത്രി ഉപകരണങ്ങളില്ല, ആശുപത്രി സൗജന്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല. മറ്റൊന്ന്, ഈ ആൻജിയോഗ്രാം മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് സൗജന്യമല്ല. 5000 രൂപ വാങ്ങിക്കൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ഈ ഹെൽത്ത് കാർഡിലൊക്കെ ചികിത്സ സൗജന്യമാണ് എന്ന് പറയുമ്പോഴും ഈ ആൻജിയോഗ്രാമിനൊക്കെ ഹെൽത്ത് കാർഡ് വഴി കിട്ടത്തില്ല. അത് പൂർണ്ണമായും പണം അടച്ചേ പറ്റൂ. ഈ വെറും മെഡിക്കൽ കോളേജ് 5000 രൂപയേ ഉള്ളൂ. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ 15,000 മുതൽ 20,000, 25,000 കൊടുത്ത് ഈ ആൻജിയോഗ്രാം ചികിത്സ നടത്താമായിരുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് 15,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി അത് ചികിത്സിക്കുവാൻ. അപ്പം അത്രയും 15,000 രൂപ പോലും ഇല്ല. അയാളെ ഒരു ദളിത് കുടുംബത്തിന്റെ ഏക ആശ്രയമാണ്. അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിൽ ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജ് വിവിധ ദളിത് സംഘടനാ നേതാക്കളുടെ സമരം നടന്നു. അതിൽ ആവശ്യപ്പെട്ട മുഖ്യമായ ഒരു കാര്യമെന്ന് പറയുന്നത് വിദ്യാസമ്പന്നയായ വേണുവിന്റെ ഭാര്യയ്ക്ക് ആരോഗ്യവകുപ്പിൽ അടിയന്തരമായി തൊഴിൽ നൽകണം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളായ 2 വേണുവിന്റെ മക്കൾക്കിടെ വിദ്യാഭ്യാസം സർക്കാർ ഗവൺമെന്റ് പൂർണ്ണമായി ഏറ്റെടുക്കും. അവർക്ക് ഏതുവരെ പഠിക്കാൻ സാധിക്കുമോ ആ വിദ്യാഭ്യാസം പൂർണ്ണമായും ഗവൺമെന്റ് ഏറ്റെടുക്കണം. അതോടൊപ്പം ആ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കണം. ഈ കുടുംബത്തിന് ഇത് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, ഇവിടുത്തെ സർക്കാർ വ്യവസ്ഥിതിയുടെ, ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബം അനാഥമായി മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ സിസ്റ്റം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ നഷ്ടം, ജീവൻ പോയ നഷ്ടം തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും മറ്റു ഭൗതികമായ സാഹചര്യത്തെ അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഇന്നലെ സൂചനാ സമരം എന്ന നിലയ്ക്ക് അവിടെ നടത്തിയത്. ബഹുമാനപ്പെട്ട കൊടിക്കുന്ന് സുരേഷ് MP അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടതും ഇതാണ്. ആ കുടുംബത്തിനെ സർക്കാർ സംരക്ഷിക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ നമ്മുടെ SAT ആശുപത്രിയിൽ ഒരു ഗർഭിണി പ്രസവം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അവർക്ക് പനിയുണ്ടായിരുന്നു. ആ പനി ഉണ്ടാവേണ്ട കാരണം തന്നെ ആശുപത്രിയിൽ നിന്ന് അണുബാധയാണ് പനി. പക്ഷെ ആ പനി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് പോലും കുട്ടിയെയും അമ്മയെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ആ ആശുപത്രിയുടെ നടപടി വളരെ തെറ്റാണ്. ആ നടപടി കാരണം വീട്ടിൽ പോയി 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും SAT തന്നെ വരികയാണ്. SAT വന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അണുബാധ ഉണ്ടാവുമെന്ന് പറയുകയും അത് അവരെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഈ പ്രസവത്തോടൊപ്പം വയറ്റിൽ ചില ഈ അവശിഷ്ടങ്ങൾ, പ്ലാസന്റ എന്ന് പറയുന്ന അതുപോലെയുള്ള സാധനം, അത് മൊത്തത്തിൽ റിമൂവ് ആയില്ല. അത് വയറ്റിൽ തന്നെ കിടക്കുകയും അതിലൂടെയാണ് അണുബാധ ഉണ്ടായി എന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഈ അണുബാധ ഉണ്ടായെന്നും അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചില ഡോക്ടർമാർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറം ലോകം അറിയുന്നത് തന്നെ. ഈ ആശുപത്രിയിൽ നിന്നുള്ള ഗുരുതരമായ പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടായത്. അപ്പോൾ അത്തരത്തിൽ വളരെ ലഘുവായി കാര്യങ്ങൾ കാണുന്നു. ഏകദേശം 10-18 വർഷം മുമ്പ് SATയിൽ അണുബാധ 10-17ഓളം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു. അന്ന് ഞങ്ങൾ അതിനൊക്കെ സമരം ചെയ്ത് ജയിലിൽ പോയവരാണ്. അതിനുശേഷമാണ് കുറേയധികം ശുചീകരണവും വളരെ നല്ല നിയന്ത്രണവും ഒക്കെ SATയിൽ ഉണ്ടായി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ അണുബാധ വന്ന് ഒരു അമ്മ മരിക്കുന്നത്. ആ ഒരു സാഹചര്യം വളരെ ലാഘവത്തോടു കൂടിയാണ് ആശുപത്രിയും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഭാഗത്ത് ഒരു കുറ്റവും കുറവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈകഴുകിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷെ
ഈ ആരോഗ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് നാളിതുവരെ ഒരു പ്രതികരണം ഒരു മാധ്യമത്തിന് നൽകിയിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. കാരണം ആരോഗ്യമന്ത്രിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മികച്ച ചികിത്സ കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ആരോഗ്യമന്ത്രിയുടെ അമ്മ അവിടെ ചികിത്സിക്കാൻ വരും, ഭർത്താവ് അവിടെ ചികിത്സിക്കാൻ വരുന്നുണ്ട്, മക്കൾ അവിടെ ചികിത്സിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ വരുമ്പോൾ മന്ത്രിക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പക്ഷെ മന്ത്രിയെ പോലെ അല്ല പാവപ്പെട്ടവൻ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല പാവപ്പെട്ടവൻ വരുമ്പോൾ ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ മന്ത്രിക്കോ മന്ത്രിയുടെ കുടുംബത്തിനോ കിട്ടുന്ന സൗകര്യങ്ങളല്ല പാവങ്ങൾക്ക് കിട്ടുന്നതെന്ന് തിരിച്ചറിയാൻ മന്ത്രി തയ്യാറാണ്. ഈ തരത്തിൽ ഇനിയും ആ കാര്യങ്ങൾ ആവർത്തിക്കരുത്, ഇനിയും മരണങ്ങൾ ആവർത്തിക്കരുത്. നിരവധി കുടുംബങ്ങളാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഈ പിടിപ്പുകെട്ട ഭരണത്തിന് കീഴിൽ ജീവൻ നഷ്ടപ്പെട്ടത്. സത്യത്തിൽ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ആൾക്കാരെ കൊല്ലുന്ന വകുപ്പായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആരോഗ്യമന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവോ വിവരമോ ഇല്ല. അതില്ലാത്തടത്തോളം കാലം ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു വകുപ്പ്. അതിനെക്കുറിച്ച് ആരോഗ്യമന്ത്രി പഠിക്കാൻ പോലും തയ്യാറാവുന്നില്ല. മറ്റ് ബന്ധപ്പെട്ട ഇതുമായിട്ട് എക്സ്പെർട്ടായിട്ട് ആൾക്കാരുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കാൻ തയ്യാറാവുന്നില്ല. മന്ത്രി സ്വന്തം നിലയ്ക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോഗ്യ വകുപ്പിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ, നടന്നു വരുന്ന രോഗികൾ അവസാനം ഡെഡ് ബോഡിയായി പോകേണ്ട സാഹചര്യമുണ്ടായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കഴിവുകേടിന്റെ ഉത്തമ ഉദാഹരണമാണ്. ദയവ് ചെയ്ത് ആരോഗ്യമന്ത്രി ഈ പണി സ്വയം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും ജീവനുകൾ കൂടി രക്ഷപ്പെടും എന്നുള്ളതാണ് വിനീതമായി മന്ത്രിയോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. വീണ ജോർജ് ഇപ്പൊ 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഒരു ആശുപത്രിയിൽ രാത്രി ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ പോലെ രാത്രി പോവുകയുണ്ടായി. അവിടുത്തെ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ അന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ 12 മണിക്ക് ആ ഒരു ദിവസം, അതായത് ആ ഇലക്ഷൻ ആ ഒരു സമയത്ത് മാത്രമാണ് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ രാത്രി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നേ വരെ ഒരു രാത്രിയിലും എവിടെയും അവിടെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇന്ന് വരെ വീണ ജോർജ് നടത്തിയിട്ടില്ല. മാത്രമല്ല മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി തലസ്ഥാനത്തെ പാവങ്ങൾ എപ്പോഴും ചികിത്സയ്ക്കായി വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഒരു രോഗിയെ 2 രോഗികളെയാണ്, അതായത് വ്യത്യസ്ത രോഗികളാണ്, ഒരു പനിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രോഗിയായിട്ട് വരുന്ന 2 പേരെ ഒരു ബെഡിൽ കിടത്തുന്ന, തിരക്കാവുമ്പോഴേക്കും ഒരു ബെഡിൽ കിടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് പ്രകാരം ഇപ്പൊ വീണ ജോർജിന് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ പേജിലോ ഒരു മെസ്സേജ് അയച്ചാൽ അവരെ ബ്ലോക്ക് ചെയ്ത് പോകുന്ന സാഹചര്യം, അവരുടെ PR ബ്ലോക്ക് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആരോഗ്യ വകുപ്പ് പൂർണ്ണ പരാജയമാണ്. നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായും പൂർണ്ണ പരാജയം ആയതുകൊണ്ടാണല്ലോ അടിക്കടി എത്ര മരണങ്ങൾ. ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കയ്യില് വിരലിൽ എന്തോ ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ കൈ തന്നെ മുറിച്ചു മാറ്റി കളയുകയാണ്. അപ്പൊ അത്ര ദയനീയമായ സാഹചര്യം ഇവിടെ ഉണ്ട്. പിന്നെ വയറ് ഓപ്പറേഷൻ ചെയ്യാൻ പോയ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിനകത്ത് കത്രിക വെച്ചിരിക്കുകയാണ്. പിന്നെ നാക്കില് കൈക്ക് എന്തോ മുറിവ് പറ്റി വന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നാക്ക് മുറിച്ചു മാറ്റി. അങ്ങനെ നിരവധി, നമുക്ക് പറഞ്ഞാൽ അവസാനിക്കാത്ത അത്ര നിരുത്തരവാദപരമായ സമീപനം നടന്നു. ഈ പറഞ്ഞ പോലെ മന്ത്രി വളരെ മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ മിന്നൽ പരിശോധന നടത്തുന്നത് ഈ മീഡിയ വിളിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമായി പോകുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു അപഹാസ്യമായിട്ടാണ് തോന്നുന്നത്. മന്ത്രി സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തമാശ പടം കാണുന്ന ലാഘവത്തിലാണ് ജനങ്ങൾ കാണുന്നത്. മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള അറിവോ വിവരമോ ഇല്ല. നേരത്തെ ഈ പറഞ്ഞ പോലെ പണ്ട് മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ആ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ മന്ത്രി വളർന്നു. കാര്യം നിങ്ങളുടെ നിലവാരത്തിലല്ല, മാധ്യമപ്രവർത്തക എന്ന നിലവാരത്തിലല്ലെന്നും അവർ ഈ സംസ്ഥാനത്തെ മന്ത്രിയോ രാജാവോ ചക്രവർത്തിയോ ആണെന്ന ബോധത്തിലാണ് അവരിന്നും ജീവിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളും ഒക്കെ കാണിച്ചത് വളരെ തെറ്റായിപ്പോയി എന്നുള്ള ബോധ്യം അവർക്ക് വരും. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. നമുക്ക് ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങളുടെ ജീവനാണ് ഇവിടെ വലുത്. ആ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് മന്ത്രിക്ക് യാതൊരു കാര്യമില്ല. അന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് രാത്രി എന്തോ അവിടെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അന്ന് രാത്രി എന്നെ ഒരു സർക്കുലർ ഇറക്കി. പുതിയ റഫറൽ പ്രോട്ടോകോൾ നിലവിൽ വന്നു. ഈ റഫറൽ പ്രോട്ടോകോൾ നിലവിൽ വന്നിട്ട് 10-25 വർഷമായി. ഈ മന്ത്രിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ റഫറലിൽ പറയുന്ന, ആ സർക്കുലറിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻപിച്ച തിരക്ക് ഒഴിവാക്കുന്നതിന് മറ്റ് അത്യാവശ്യ ചികിത്സകളെല്ലാം തന്നെ പ്രാദേശികമായ ആശുപത്രിയിൽ നടത്തണം. എല്ലാവരും കൂടി ആശുപത്രി വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ തന്നെ അവർക്ക് റഫറൽ കത്തില്ലാതെ വരാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട കത്ത് ഞാൻ കണ്ടു. പക്ഷെ ഞാനൊരു കാര്യം മന്ത്രിയോട് ചോദിക്കുന്നു. എല്ലാവരും കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവരെ തൊട്ടടുത്ത നാട്ടിൽ ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ അവിടെ ചികിത്സ ലഭിക്കുമെങ്കിൽ
അവിടെ നിൽക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അവിടെങ്ങളിലൊന്നും ചികിത്സ ഇല്ലാതെയാണ് ഈ ഉത്തരവ് ഇറക്കുന്നതെങ്കിൽ ഈ ഉത്തരവിന് ഒരു പേപ്പറിന്റെ വില പോലും കൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാര്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലോ ജില്ലാ ആശുപത്രികളിലോ ആ, ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ പോലും ഈ ചികിത്സ കിട്ടാതെ വരുമ്പോൾ എല്ലാവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഇത് തിരിച്ചറിഞ്ഞുകൂടാത്ത മന്ത്രിയാണോ, അത് ഈ മന്ത്രി അറിയാതെ ഈ ഓഫീസിലെ ജീവനക്കാർ തന്നെ മന്ത്രിയുടെ ഒപ്പിട്ട് അയച്ച കത്താണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്തായാലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാതെ ഈ റെഫറൽ സിസ്റ്റം നടപ്പിലാവില്ല. കാര്യം കൊല്ലത്ത് 3 പ്രധാന ആശുപത്രി ഉണ്ടായിരുന്നിട്ടും അവിടെ ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് റെഫറൽ കത്ത് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വരേണ്ടി വന്നത്. താലൂക്ക് ആശുപത്രി ഇത് ചെയ്യാൻ നിരവധി താലൂക്ക് ആശുപത്രികളിൽ കാത്ത് ലാബുകളുണ്ട്. അവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കാത്ത് ലാബ് രാവിലെ 8 മണിക്ക് തുറന്ന് 10 മണിക്ക് പൂട്ടി 12 മണിക്ക് പൂട്ടി പോവുകയാണ്. 2 മണിക്കൂറോ 3 മണിക്കൂറോ കാത്ത് ലാബ് പ്രവർത്തിക്കും. ആ കാത്ത് ലാബ് പ്രവർത്തിച്ചാൽ തന്നെ അതിൽ ഡോക്ടർമാരില്ല, ടെക്നീഷ്യന്മാരില്ല, നേഴ്സുമാരില്ല, മറ്റാരും തന്നെ ഇല്ലാതെ ഈ 10 കോടിയുടെ മിഷൻ പല സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ മിഷൻ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എടുത്തു മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അതുപോലെയുള്ള കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലേക്ക്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് ആ സാധനം, ആ 10 കോടി രൂപ വിലയുള്ള കാത്ത് ലാബിലെ ഉപകരണങ്ങൾ ഇത്തരം ആശുപത്രികളിലേക്ക് മാറ്റണം. അല്ലാതെ 2 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രം പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ ആശുപത്രിയിലല്ല അത് പ്രവർത്തിപ്പിക്കേണ്ടത്. അവിടെയും വേണ്ട എന്നല്ല, അവിടെ പ്രവർത്തിപ്പിക്കുമ്പോൾ അവിടെ 24 മണിക്കൂറും എമർജൻസി ആയി ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. നമുക്കറിയാം, നമ്മുടെ ജില്ലാ താലൂക്ക് ആശുപത്രി DHSന്റെ കീഴിലാണ്, മെഡിക്കൽ കോളേജ് DMEയുടെ കീഴിലാണ്. ഈ DHSന്റെ കീഴിൽ വരുന്ന ആശുപത്രികളിലൊക്കെ തന്നെ രാവിലെ വന്ന് 12 മണി വരെ OP നോക്കി ആ ഡോക്ടർമാർ സ്ഥലം വിടുകയാണ്. അവർ നേരെ അവരുടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോവുകയാണ്, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കുകളിൽ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ രോഗികളെ നോക്കുകയാണ്. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് 100 കണക്കിന് രോഗികളെ പ്രൈവറ്റ് പ്രാക്ടീസിലൂടെ പണം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെന്റാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ DHSന്റെ കീഴിലുള്ള എല്ലാ ആശുപത്രികളിലും 24 മണിക്കൂറും ഡോക്ടർമാരുടെ, മറ്റു ടെക്നീഷ്യന്മാരുടെ, നേഴ്സുമാരുടെയും സേവനവും അതോടൊപ്പം ഈ ഉപകരണങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കിയാൽ മാത്രമേ ഈ റെഫറൽ കോഡ്, പുതിയ റെഫറൽ കോഡെന്ന് പറഞ്ഞ് മന്ത്രി കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴും ഈ റെഫറൽ കോഡ് കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ 2 ദിവസമായി, ഇപ്പോഴും മെഡിക്കൽ കോളേജ് ഒരാളിനും കുറവില്ല. അതുകൊണ്ട് പ്രാദേശികമായ താലൂക്ക് ജില്ലാ ആശുപത്രികളും അതാത് ജില്ലയിലെ മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ് വെറുതെ കെട്ടിയിട്ടിരിക്കുകയാണ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അങ്ങനെ തന്നെ, ഇടുക്കി ആയാലും വയനാടായാലും ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഡോക്ടർമാരില്ല. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ള ഡോക്ടർമാരെ കൂടി ഡെപ്യൂട്ടേഷനിൽ ഇങ്ങനെ പല സ്ഥലത്തും പറഞ്ഞയച്ച് ഇതിനെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കണ്ട്, കാത് തുറന്ന് ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ പറഞ്ഞു കേട്ട് മനസ്സിലാക്കി ഈ വകുപ്പിനെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ഇനി ഒരു 5-6 മാസം കൂടി സഹിക്കേണ്ടതുള്ളൂ. ഈ 5-6 മാസം കൊണ്ടെങ്കിലും വിചാരിച്ചാൽ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് ആരോഗ്യമന്ത്രി അടിയന്തരമായി ഈ വകുപ്പിൽ ബന്ധപ്പെട്ട കഴിവുള്ള, അറിവുള്ള എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്, അവരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും എന്ത് ചെയ്താൽ എന്ത് നന്നാവും എന്നുള്ളത്. അല്ലാതെ അഹങ്കാരം കൊണ്ട്, ധിക്കാരം കൊണ്ടും, PR വർക്ക് കൊണ്ടും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ മരണത്തിലേക്ക് നിങ്ങൾ തള്ളിവിടരുത് എന്ന് ദയനീയമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.